കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24-നൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് വിശദീകരണവുമായി മുഖ്യമന്ത്രി. റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയിട്ടില്ലെന്നും മൊഴി നൽകി ആരെങ്കിലും പരാതിയുമായി വന്നാൽ ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷം. സർക്കാർ വേട്ടക്കാരുടെ സ്വകാര്യതയാണ് സംരക്ഷിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ലൈംഗിക ക്രൂരതകൾ ഉൾപ്പെടെ ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര സർക്കാർ മറച്ചുവെക്കുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. സർക്കാർ വേട്ടക്കാരുടെ ഒപ്പമാണ്. ആരുടെ സ്വകാര്യത കളയുമെന്നാണ്. ഇരകളുടെ സ്വകാര്യത കളയണ്ട. സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. വിമർശനങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രിയുടെ മറുപടി. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ജസ്റ്റിസ് ഹേമ തന്നെ കത്തിലൂടെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. നിയമനിർമ്മാണം ഉൾപ്പെടെ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്നും വേട്ടക്കാരോടൊപ്പമല്ല ഇരകളോടൊപ്പമാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി. ഇതില് ഒരു പൂഴ്ത്തലും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ 2020 ഫെബ്രുവരി 19 സർക്കാരിന് കത്ത് നൽകി. പരാതിയുമായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാകുമെന്നും എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്നും മുഖ്യമന്ത്രി. ചൂഷകർക്കൊപ്പമല്ല, മറിച്ച് ചൂഷണം ചെയ്യപ്പെടുന്നവരോടൊപ്പമാണ് സർക്കാർ ഉണ്ടാവുക. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ക്ഷണിച്ചാൽ സഹകരിക്കുമെന്നും സിനിമാ പ്രവർത്തകരും ഇത്തരം ന്യൂനതകൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരുത്തൽ നടപടികൾ ഉണ്ടാകും. അതിനാണ് ഒരു ഭരണമുള്ളത്, ഭരണയന്ത്രമുള്ളത്. മേഖലയിലെ ഒരു വലിയ അപാകതയെ പെരുപ്പിച്ച് കാണിച്ചാലും ആ മേഖലയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. വ്യക്തിപരമായ മൊഴികൾ സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്നും പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ സർക്കാരിനാകില്ലെന്നും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലനും പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പവർ ഗ്രൂപ്പിനെ ചൊല്ലിയും വിവാദം. നടനും മന്ത്രിയുമായ KB ഗണേഷ് കുമാർ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് ആരോപണമുയർന്നു. അന്വേഷിക്കേണ്ടത് സർക്കാരാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന 15 പേരുടെ സംഘത്തെ പവർ ഗ്രൂപ്പ് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശേഷിപ്പിക്കുന്നത്. ആരൊക്കെയാണ് ഈ 15 പേർ എന്ന ചർച്ച ഇതോടെ സജീവമായി. മന്ത്രിസഭാംഗത്തിന് നേരെ ആദ്യം വിരൽ ചൂണ്ടിയത് സംവിധായകൻ വിനയൻ. അന്ന് ആ മീറ്റിംഗിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ 15 പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഈ തെമ്മാടിത്തരങ്ങൾ കിട്ടിയെന്നുള്ളത്. സംസ്ഥാന മന്ത്രി ഉൾപ്പെടെ സിനിമാ മേഖലയിലെ 15 അംഗ പവർ ഗ്രൂപ്പാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാതിരിക്കാൻ കാരണം. ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിന്റെ മുന്നിലും ഈ 15 അംഗ പവർ ഗ്രൂപ്പാണെങ്കിൽ ബഹുമാന്യായ സജി ചെറിയാൻ വലിയ പ്രതിഷേധം ഉണ്ടാകും. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അബിൻ വർക്കി നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഈ 15 പേരുടെ പവർ മാഫിയയിൽ മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KB ഗണേഷ് കുമാറിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതികൾ കൊടുത്തിട്ടുണ്ട്. പവർ ഗ്രൂപ്പിൽ മന്ത്രിസഭയിലെ ഒരംഗമുണ്ടെങ്കിൽ സർക്കാർ അത് അന്വേഷിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ലെന്നാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം. അങ്ങനെ നടന്മാരെ ഒതുക്കിയിട്ട് ഞാൻ അറിയുന്നില്ല, എൻ്റെ അറിവിലില്ല. പിന്നെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ആൾക്കാരെ പറ്റി ഒന്നും പറഞ്ഞൂടെ. ഞാനാണ് ആത്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൾ. ഇപ്പോഴും ഞാൻ തന്നെ പ്രസിഡന്റ്. ഞങ്ങളാരും വിലക്കിയായിട്ട് എനിക്കറിയില്ല. ഒരു നടനെയും താൻ ഇടപെട്ട് വിലക്കിയിട്ടില്ലെന്നും സീരിയൽ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് കൂടിയായ KB ഗണേഷ് കുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രമുഖ താരത്തിനെതിരെ വെളിപ്പെടുത്തലുമായി നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ. പിതാവിന്റെ സഹപ്രവർത്തകനായ താരം മോശമായി പെരുമാറിയെന്ന് സോണിയ പറഞ്ഞു. സിനിമയിലെ പവർ ഗ്രൂപ്പ് പ്രത്യേക അജണ്ട വെച്ച് തിലകനോട് മോശമായി പെരുമാറിയെന്നും സോണിയ ആരോപിച്ചു. ചലച്ചിത്ര മേഖലയിൽ നിന്ന് തനിക്കും കുടുംബത്തിനുമുണ്ടായ ദുരനുഭവമാണ് തിലകന്റെ മകൾ സോണിയ തിലകൻ വെളിപ്പെടുത്തുന്നത്. സിനിമയിലെ പവർ ഗ്രൂപ്പായ 15 അംഗ സംഘം പ്രത്യേക അജണ്ട വച്ച്
തിലകനോട് മോശമായി പെരുമാറി. തിലകന്റെ മരണശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ് പ്രധാന നടൻ തന്നെ റൂമിലേക്ക് വിളിച്ചു. സിനിമയ്ക്കകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു, സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. അപ്പം അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. തിലകനെതിരെ ഉണ്ടാക്കിയതാണ് താരസംഘടനയായ അമ്മയെന്നും സംഘടന പിരിച്ചുവിടണമെന്നും സോണിയ തിലകൻ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണം. സർക്കാർ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും സോണിയ ആരോപിച്ചു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തിലകനെക്കുറിച്ച് പേര് പറയാതെ പരാമർശിച്ചിട്ടുണ്ട്. സിനിമയിൽ മാഫിയ സംഘമുണ്ടെന്ന് പറഞ്ഞ മലയാളത്തിലെ ഒരു മികച്ച നടനെ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും മാറ്റി നിർത്താൻ താരസംഘടനയ്ക്ക് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. 24 തിരുവനന്തപുരം. സിനിമയിലെ നടന്മാർ ജീവിതത്തിലും ഹീറോ ആകാൻ ശ്രമിക്കണമെന്ന് നർത്തകി മേതിൽ ദേവിക. റിപ്പോർട്ട് പുറത്തു വന്നത് നന്നായി. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളുടെ തീവ്രത ആളുകൾക്ക് മനസ്സിലായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തനിക്ക് ഞെട്ടലില്ലെന്നും മേതിൽ ദേവിക 24നോട് പറഞ്ഞു. നേരിട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളതെന്ന് ഗായിക ഗൗരി ലക്ഷ്മിയും പ്രതികരിച്ചു. എതിർത്തു നിന്നതിന്റെ പേരിലും പ്രതിഫലം ആവശ്യപ്പെട്ടതിനും അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നും ഗൗരി ലക്ഷ്മി പറഞ്ഞു. കാലാകാലങ്ങളായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് സ്ത്രീകൾ, സിനിമാ രംഗത്തെയും അല്ലാത്തവരും ഒക്കെ. അങ്ങനെ ഞെട്ടേണ്ട കാര്യമില്ല. ഇത് നല്ല കാര്യമാണ്. എന്താ വെച്ചാൽ ഇതൊരു ഒഫീഷ്യലായിട്ടൊരു റിപ്പോർട്ടായി വരുമ്പോൾ ദർ ഇസ് മോർ ഒത്തൻറ്റിസിറ്റി ഇൻ ദാറ്റ്. ഒരാൾ പറയുമ്പോൾ അത് പറയുന്ന അല്ലെങ്കിൽ അത് നോർമാവണം. ഇത് നോർമല്ല. ഒരു സാധനത്തിനെ സാധാരണീകരിക്കുക എന്ന് ചെയ്യുന്ന ഒരു സമ്പ്രദായം മാറിക്കിട്ടും. ഫൈനലി ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ എൻവയൺമെൻറ്റ് സൃഷ്ടിക്കുക. നമ്മളെ ഒരുമാതിരി ഒബ്ജക്റ്റിഫൈ ചെയ്ത് ഇപ്പോൾ പെട്ടെന്ന് സ്റ്റാർസ് ഹാവ് ബിക്കം വെരി കോൺഷ്യസ് ആൻഡ് വുമൺ സെൻട്രിക് റോളും അതൊക്കെ ഐ ഹാവ് ഹേർഡ് സെവറൽ സ്റ്റോറീസ് otherwise. Film fraternity nulla is so called very responsible. I hope they are ഒരു ഹീറോയിസം അവർക്ക് ലൈഫിലും കാണിക്കാമെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇൻഡസ്ട്രിക്കുള്ളിൽ നിൽക്കുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ കേട്ടും കണ്ടും നേരിട്ട് കിട്ടിയിട്ടൊക്കെ ഉള്ള ഒരു കാര്യം ഇപ്പം എല്ലായിടത്തും ന്യൂസ് ചാനൽ വരുന്നു എന്ന് മാത്രമേ നമുക്കുള്ളൂ. ഞാൻ നടിയല്ല, ഐ എം എ സിംഗർ. അപ്പോൾ ഇത് നടിമാർ മാത്രം അല്ലെങ്കിൽ ഇപ്പം ക്യാമറയ്ക്ക് പുറകിലോ ക്യാമറയ്ക്ക് മുന്നിലോ മാത്രമുള്ള ആളുകൾ മാത്രം ഫേസ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ സിംഗേഴ്സായിട്ടും ജനറലി ആർട്ട് ഇൻഡസ്ട്രിയിൽ ടെക്നീഷ്യൻസും എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ജസ്റ്റ് ഇപ്പം എല്ലായിടത്തും എല്ലാവരും പറഞ്ഞ് നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചേർന്ന WCC യോഗത്തിൽ തുടർ നടപടികളിൽ തീരുമാനമെടുത്തില്ല. റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം അടുത്തയാഴ്ച നിലപാട് വ്യക്തമാക്കുമെന്ന് അംഗങ്ങൾ അറിയിച്ചു. ഗൗരവമുള്ള വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടും സർക്കാർ ലാഘവത്തോടെയാണ് കാണുന്നതെന്ന് വനിതാ സിനിമാ പ്രവർത്തകർ വിമർശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സമാന്തര നിയമ നടപടികളുമായി മുന്നോട്ടു പോകണോ എന്നാലോചിക്കാനാണ് WCC യോഗം ചേർന്നത്. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ തീരുമാനങ്ങളൊന്നും എടുത്തില്ല. റിപ്പോർട്ട് പഠിച്ച ശേഷം അടുത്ത വാർത്താക്കുറിപ്പിറക്കും. അതേസമയം ഗുരുതര ലൈംഗികാതിക്രമമടക്കമുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടും ലാഘവത്തോടെയുള്ള സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ സിനിമാ പ്രവർത്തകർ രംഗത്തെത്തി. സിനിമാ കോൺക്ലേവ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്ന് ദീദി ദാമോദരൻ വിമർശിച്ചു. ഈ അധികാരത്തിലിരിക്കുന്നവർക്ക് തോന്നുക ഇതത്ര പ്രധാനമല്ല. ഇന്നലെ ഇപ്പം മിനിസ്റ്റർ വന്ന പല ചാനൽ ഡിസ്കഷനും ഞാൻ കേട്ടു. എന്ത് കാഷ്വലായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് എടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു കാഷ്വാലിറ്റിയാണ് എന്ന് മനസ്സിലാക്കുന്ന പോലുമില്ല. റിപ്പോർട്ടിൽ വിമർശിക്കുന്ന WCC സ്ഥാപക അംഗത്തിനെതിരെ ഒരു പ്രതികരണവും അംഗങ്ങൾ ഇതുവരെയും നടത്തിയിട്ടില്ല. ഇക്കാര്യത്തിലടക്കം WCCയുടെ നിലപാട് എന്താണെന്നാണ് ആകാംക്ഷ. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 13 വയസ്സുകാരിയെ കാണാനില്ല. അതിഥി തൊഴിലാളിയായ അസം സ്വദേശി അൻവർ ഹുസൈൻ്റെ മകൾ തസ്മിത് തംസീനെയാണ് ഇന്ന് രാവിലെ മുതൽ കാണാതായത്. കണിയാപുരം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തസ്മിൻ. അഖിൽ ഷാ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഇപ്പോൾ അവിടെ ആ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തുകയും അവിടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. രാവിലെ മുതൽ ഈ കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത വന്നു. എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? ഈ CCTV ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതൊന്നും ഫലം കാണുന്നില്ല എന്നാണോ കരുതേണ്ടത്?
വിജയകുമാർ, നിലവിൽ ഈ സംഭവത്തിൽ പോലീസിന് തന്നെ ഒരു അനിഷ്ടാവസ്ഥ നേരിടുന്നൊരു പ്രധാന പ്രശ്നമുണ്ട്. അതായത് ഈ പരിസരത്തുള്ള CCTVകളൊക്കെ രാവിലെ മുതൽ പരിശോധിച്ച് വരുന്നുണ്ട്. ഒപ്പം ഇവിടുന്ന് തൊട്ടടുത്താണ് കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനിൽ എടുത്തു പറയുകയാണെങ്കിൽ അതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ CCTV സൗകര്യമില്ല. അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നേരിടുന്നുണ്ട്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ആസാം സ്വദേശികളായ രണ്ടുപേരുടെ മകൾ 13 വയസ്സുകാരിയായിരുന്നു. ഇത്തരത്തിൽ അമ്മ ഈ കുട്ടികളുമായി വഴക്കിട്ടതിന് രാവിലെ ശകാരിച്ചു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ കുട്ടി ഒരു ബാഗിൽ അവരുടെ വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഇവിടം വിട്ടുപോകുന്നത്. അത് പിന്നാലെയാണ് ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുമ്പോഴാണ് കുട്ടി ഇവിടെ ഇല്ല എന്നറിയുന്നത്. രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഉള്ളത് ആ കുട്ടിയുടെ വീട്ടിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ തന്നെ പോലീസ് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. നിലവിലും ചില തെളിവെടുപ്പുകളൊക്കെ ഇതിന്റെ ഭാഗമായി പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ വീട്ടിലെത്തിയത്. ഇവരുടെ മാതാപിതാക്കളോടക്കം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായും നിലവിൽ ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത് ഈ കുട്ടിക്ക് ഭാഷ വലിയൊരു പ്രശ്നമായി വരും. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുവാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഭാഷ വലിയൊരു പ്രശ്നമായി വരും. അതാണ് പോലീസും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. ഏത് തരത്തിൽ ഇവരോട് സംസാരിക്കണം, ഏത് തരത്തിലാണ് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വ്യാപകമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തെരച്ചിൽ നടത്തണമെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും പോലീസിന്റെ ഭാഗമായി നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്ത് കണിയാപുരത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഇവിടുന്ന് രാവിലെ മുതൽ തന്നെ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച കാര്യങ്ങളിൽ നിന്നൊന്നും തന്നെ ഈ കുട്ടിയുടേതായ ഏതെങ്കിലും ദൃശ്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഈ മേഖലയാകെ പല ഊടുവഴികളുമുണ്ട്. അതിലൂടെ എങ്ങാനും കുട്ടി പോയിട്ടുണ്ടോ എന്നുള്ള കാര്യവും നിലവിൽ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. ഇന്ന് ഉച്ച മുതൽ ഏതാണ്ട് 1 മണി മുതൽ പോലീസ് വ്യാപകമായ അന്വേഷണമാണ് നടത്തുന്നത്. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ അടക്കം അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളടക്കം വ്യാപകമായി പരിശോധിച്ചു. അവിടെയുള്ള CCTV ഉൾപ്പെടെ എടുത്തു പരിശോധിച്ചു. പക്ഷെ അതിലൊന്നും കുട്ടിയെ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ പറയുന്നത് രാവിലെ ഈ സഹോദരിമാരുമായി വഴക്കിട്ടതിന് അമ്മ ശകാരിച്ചിരുന്നു. ഈ ശകാരത്തിൽ മനംനൊന്നതാണ് ഇത്തരത്തിലൊരു ഈ കുട്ടി 13 വയസ്സുകാരി ഈ ബാഗിൽ ചില വസ്ത്രങ്ങളൊക്കെയായി പുറത്തേക്ക് പോയത്. പിന്നീടാണ് അത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത്, കുട്ടിയെ കാണാനില്ലെന്ന കാര്യം. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വ്യാപകമായ അന്വേഷണമാണ് നടക്കുന്നത്. DCP ഉൾപ്പെടെയുള്ളവർ അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ നേരിട്ട് എത്തി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. DCPയുടെ നേരിട്ടുള്ള ഒരു അന്വേഷണവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എന്തായാലും നിലവിലും പോലീസ് അന്വേഷണം വ്യാപകമായി നടത്തുകയാണ്. അത് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഊടുവഴികളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഈ പരിസരത്ത് വീടുകളിലെ CCTV ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉണ്ടാകുന്നത്. വിജയകുമാർ. കണിയാപുരം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാണാതായ തസ്മിൻ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തസ്മിനെ കാണാനില്ല. പോലീസ് അന്വേഷണം നടത്തുകയാണ്. സമീപ പ്രദേശങ്ങളിലെ CCTVകളൊക്കെ കേന്ദ്രീകരിച്ച് പ്രാഥമിക പരിശോധന നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ അവിടെ കാര്യമായ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ആ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ ഉൾപ്പെടുത്താം. ആ കുട്ടിയുടെ ചിത്രം എന്തുകൊണ്ട് നൽകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചിത്രം ലഭ്യമായാൽ ഉടൻ ആ കാണാതായ കുട്ടിയുടെ ചിത്രം ഉടൻ നമുക്ക് ലഭ്യമായാൽ ഉടൻ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ഡോക്ടർമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ പരിശോധിക്കുന്നതിന് ദേശീയ ദൗത്യ സംഘത്തെ നിയോഗിച്ചു സുപ്രീം കോടതി. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിനെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. കൊലപാതകത്തിലെ അന്വേഷണത്തിന്റെ തൽസ്ഥിതി വിവരങ്ങൾ വ്യാഴാഴ്ച അറിയിക്കാൻ CBIക്ക് കോടതി നിർദ്ദേശം നൽകി. ആർജിക്കർ ആശുപത്രിയിലെ വനിതാ ഡോക്ടർക്ക് കൊലപാതക ശേഷവും സ്വാഭാവിക നീതി ലഭിച്ചില്ലെന്നായിരുന്നു ആമുഖമായി സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് 8:45 ഭൗതിക ശരീരം കൈമാറിയെങ്കിലും FIR രജിസ്റ്റർ ചെയ്യാൻ 11:45 വരെ വൈകിയെന്നത് അവിശ്വസനീയമാണ്. സംഭവം ആത്മഹത്യയാണെന്ന പ്രിൻസിപ്പലിന്റെ അനുചിത പ്രസ്താവന മുൻവിധിയാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ആശുപത്രി ആക്രമം തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം കൂടിയാകാം. അന്വേഷണം ആരംഭിച്ച CBI തൽസ്ഥിതി അന്വേഷണ റിപ്പോർട്ട് വ്യാഴാഴ്ച സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു. ബംഗാളിലും ബീഹാറിലും ഹൈദരാബാദിലും ഡോക്ടർമാർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ ഞെട്ടിക്കുന്നതാണ്.
ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയ നിയമനിർമ്മാണം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമത്തിനെതിരെ നടപടിയെടുക്കാൻ മറ്റൊരു ബലാത്സംഗം വരെ കാത്തിരിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർ അനുഭവിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സുപ്രീം കോടതി ദേശീയ ദൗത്യ സംഘത്തെ പ്രഖ്യാപിച്ചു. 9 അംഗങ്ങൾക്ക് പുറമെ ക്യാബിനറ്റ്, ആഭ്യന്തര, ആരോഗ്യ സെക്രട്ടറിമാരും ദേശീയ മെഡിക്കൽ കമ്മീഷൻ, നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ അധ്യക്ഷനും അടക്കം എക്സ് ഒഫിഷ്യോ അംഗങ്ങളായി ഉൾപ്പെടുത്തിയാണ് സമിതി. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരുടെ മേൽ ബംഗാൾ സർക്കാരിന്റെ അധികാരം അഴിച്ചുവിടരുതെന്നും കോടതി പറഞ്ഞു. We are still waiting for the court order regarding where the central forces will be deployed and how long will they stay and what is their role in the security and safety of doctors on duty. So we are yet to know about all of that. So till that we cannot say that we will stop our protest and continue work. സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ച സുപ്രീം കോടതി വിവിധ സംഘടനകൾ സമർപ്പിച്ച കക്ഷി ചേരൽ അപേക്ഷകളിലും ആമുഖവാദം കേട്ടു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ജനരോഷത്തിൽ പ്രതിരോധത്തിലായ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഇരട്ടി പ്രഹരമാണ് സുപ്രീം കോടതിയുടെ അതിരൂക്ഷ വിമർശനം. ഗവർണർ CV ആനന്ദബോസിന്റെ നീക്കങ്ങളും BJPക്ക് പുറമെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്ന് ഉയരുന്ന എതിർപ്പും മമതയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരത്തെ അവസരമാക്കി ഭരണത്തിലേറിയ ചരിത്രമാണ് മമതാ ബാനർജിക്ക്. ഇടത് സർക്കാരിനെതിരെ ജനരോഷം ആളിക്കത്തിക്കുന്നതിൽ മമതയെന്ന പ്രതിപക്ഷത്തെ നേതാവും അന്ന് ഘടകമായിരുന്നു. എന്നാൽ ബംഗാളിലെ തെരുവുകളിൽ ഈ ദിവസങ്ങളിൽ അലയടിക്കുന്നത് മമതാ വിരുദ്ധ മുദ്രാവാക്യം. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിലെ പ്രതിഷേധം മമതയുടെയും തൃണമൂലിന്റെയും അടിത്തറയിളക്കാൻ പോന്നതാണ്. ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കൊൽക്കത്തയിൽ മമത മുന്നിൽ നിന്ന് പ്രകടനം നടത്തിയെങ്കിലും അതെല്ലാം പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ഇല്ലാതായി. സ്വന്തം പാർട്ടിക്കാർ വരെ സർക്കാർ നിലപാടിനെതിരെ രംഗത്തുണ്ട്. മമതയ്ക്കെതിരെയുള്ള നീക്കവുമായി ഗവർണർ CV ആനന്ദബോസ് ഡൽഹിയിൽ തമ്പടിക്കുന്ന ദിവസം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ബംഗാൾ സർക്കാരിനുള്ള പ്രഹരം. പോരാത്തതിന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബവും അനുദിനം സർക്കാരിന് നേരെ വിമർശനം കടുപ്പിക്കുകയാണ്. ചക്രവ്യൂഹത്തിലാണ് ദീദി. എന്നാൽ ജനങ്ങൾ സ്വയം തെരുവിലേക്കിറങ്ങുമ്പോഴും മുഖ്യപ്രതിപക്ഷമായ BJPക്ക് ജനക്കൂട്ടത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാനാകുന്നില്ല. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ജനശ്രദ്ധയിലേക്ക് എത്തിച്ച വിഷയത്തിൽ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ CPIM-നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൊൽക്കത്തയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. മഹാരാഷ്ട്രയിലെ ബദ്ലാപൂരിൽ 2 നഴ്സറി വിദ്യാർത്ഥിനികൾ സ്കൂളിൽ ലൈംഗികാതിക്രമത്തിന് ഇരയായതിൽ വൻ പ്രതിഷേധം. ബദ്ലാപൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ മുതൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്തിയവരെ പോലീസ് ലാത്തിവീശി ഓടിച്ചു. കേസിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഈ മാസം 12-ന് താനെയിലെ ബദ്ലാപൂർ ആദർശ് വിദ്യാമന്ദിറിൽ ശുചീകരണ തൊഴിലാളിയായ യുവാവ് 4 വയസ്സു പ്രായമുള്ള 2 കുട്ടികളെ പീഡിപ്പിച്ചെന്നാണ് കേസ്. കുട്ടികൾ അതിക്രമം നേരിട്ടതായി വൈദ്യപരിശോധനയിൽ സ്ഥിരീകരിച്ചു. രക്ഷിതാക്കളുടെ പരാതിയിൽ ബദ്ലാപൂരിലെ വനിതാ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കേസെടുത്തത് 12 മണിക്കൂറിന് ശേഷം. പ്രതി ആദർശ് ഷിൻഡെ എന്ന 23-കാരനെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തു. കേസൊതുക്കാൻ സ്കൂൾ മാനേജ്മെന്റും പോലീസും ഒത്തുകളിച്ചെന്നാരോപിച്ച് മാർച്ച് നടത്തിയ രക്ഷിതാക്കൾക്കൊപ്പം 100 കണക്കിന് നാട്ടുകാരും ചേർന്നു. സ്കൂളിലേക്ക് ഇരച്ചുകയറിയവർ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. ബദ്ലാപൂർ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ പ്രതിഷേധക്കാർ കുത്തിയിരുന്നതോടെ 10ഓളം എക്സ്പ്രസ് ട്രെയിനുകൾ വഴിതിരിച്ചുവിടേണ്ടി വന്നു. വൈകിട്ട് പോലീസ് നടപടി. റെയിൽവേ സ്റ്റേഷന് പുറത്ത് പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. ജയരോഷത്തിന് പിന്നാലെ വനിതാ പോലീസ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി. സ്കൂൾ പ്രിൻസിപ്പലിനെയും ക്ലാസ് ടീച്ചറെയും സസ്പെൻഡ് ചെയ്തു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അറിയിച്ചു. 24, മുംബൈ. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം പ്രതിസന്ധിയിൽ. സർക്കാർ നിശ്ചയിച്ച വാടകയ്ക്ക് മേപ്പാടി വൈത്തിരി മേഖലയിൽ വീടുകൾ കിട്ടാനില്ല. അതേസമയം പുനരധിവാസം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു. 10 സ്കൂളുകളിലായാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. വൈകാതെ അവിടെ ക്ലാസുകൾ ആരംഭിക്കണം. അതിനുള്ളിൽ പുനരധിവാസവും നടക്കണം. ഒരു വ്യക്തത കുറവുണ്ട് ദുരന്തബാധിതർക്ക്. അതുകൊണ്ട് തന്നെ ഈ വേദനകൾക്കിടയിലും വാടക വീട് അന്വേഷിച്ച് പരക്കം പായുകയാണവർ.
മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നവരോട് സ്വമേധയാ വീട് കണ്ടെത്താനാണ് ഇപ്പോൾ പറയുന്നത്. അന്വേഷിച്ച് നടക്കാത്ത സ്ഥലമില്ലെന്ന് ചൂരൽമല സ്വദേശി രേവതി. നമുക്കൊന്നും കിട്ടാനില്ല, ഇവിടെ എവിടെയും വീടില്ല. ഇവിടെ നമ്മൾ അന്വേഷിച്ച് മേപ്പാടി തൊട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ 3-4 ദിവസമായിട്ട് അതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഒന്നും ക്ലിയർ ആയിട്ടില്ല. പക്ഷേ ചിലടത്ത് പോകുമ്പോൾ അവർ അഡ്വാൻസ് ആയിട്ട് ഒത്തിരി പൈസ ചോദിക്കുന്നുണ്ട്, നമുക്കതില്ല. പിന്നെ വാടകയും കൂടുതലാണ് ചോദിക്കുന്നത്, 9,000, 8,000 അങ്ങനെയൊക്കെയാണ് വാടക വയ്ക്കുന്നത്. നമുക്കത് കൊടുക്കാൻ പറ്റില്ല. സർക്കാർ കണ്ടെത്തിയ വാടക കെട്ടിടങ്ങളിലേക്ക് എന്നു മുതൽ മാറ്റും? മേപ്പാടി, വൈത്തിരി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നവരുടെ മുൻഗണന എങ്ങനെയെന്നീ കാര്യങ്ങളിൽ വ്യക്തതയില്ലെന്നും പരാതിയുണ്ട്. 975 പേരാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത്. 105 വാടക വീടുകൾ ഇതിനകം അനുവദിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 75 സർക്കാർ ക്വാർട്ടേഴ്സുകൾ വാസയോഗ്യമാക്കി. 75 സർക്കാർ ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി താമസയോഗ്യമാക്കിയിട്ടുണ്ട്. സ്ഥിരമായ പുനരധിവാസം യാഥാർത്ഥ്യമാകും വരെ ബന്ധുവീടുകളിൽ കഴിയുന്നവർക്കുൾപ്പെടെ 6,000 രൂപ വാടക സർക്കാർ നൽകുമെന്ന് മന്ത്രി കെ രാജൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നാശനഷ്ടത്തെക്കുറിച്ച് കേന്ദ്രത്തിന് നൽകാനുള്ള വിശദമായ മെമ്മോറാണ്ടം തയ്യാറായി. 2 ദിവസത്തിനുള്ളിൽ ഇത് കൈമാറും. 1,200 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്കെന്നും മന്ത്രി കെ രാജൻ വിശദീകരിച്ചു. ടീം 24 വയനാട്. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും അത് കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നറിയാതെ മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ. എന്നാൽ വായ്പകൾ എഴുതിത്തള്ളണമെന്ന ആവശ്യം ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ ഉന്നയിച്ചു എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഇനി ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നുള്ളത്. ചൂരൽമലയിലെ വീട് വാസയോഗ്യമല്ലാത്തതിനാൽ പുഞ്ചിരിമറ്റത്തേക്ക് താമസം മാറ്റാൻ ഒരുങ്ങുകയായിരുന്നു രുക്മിണി. സ്വർണം പണയം വെച്ചും വായ്പയെടുത്തും 3.5 ലക്ഷത്തിന് തറപ്പണി കഴിച്ചു. അതെല്ലാം ഒറ്റ രാത്രി കൊണ്ടാണ് പോയത്. വായ്പ എത്ര കഴിഞ്ഞാലും അടയ്ക്കാൻ ഇവർക്ക് ഒരു വഴിയും തെളിയുന്നില്ല. രുക്മിണിയെപ്പോലെ 100 കണക്കിന് മനുഷ്യരുണ്ട് ഈ ദുരന്തം നടന്ന ഭൂമിയിൽ. ഈ മേഖലയെ തിരിച്ചു കൊണ്ടുവരാൻ ബാങ്കുകളുടെ പിന്തുണ ആവശ്യമാണ്. ലോണുകൾ എഴുതിത്തള്ളണമെന്ന ആവശ്യം ബാങ്കേഴ്സ് യോഗത്തിൽ അറിയിച്ചുവെന്ന് മുഖ്യമന്ത്രി. ലോണുകൾ എഴുതിത്തള്ളണം എന്ന നിർദ്ദേശം ഇന്നലെ നടന്ന സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ വെച്ചു. വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളുന്ന കാര്യം അതത് ബാങ്കുകളുടെ ബോർഡുകളിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മൊറട്ടോറിയം പ്രഖ്യാപിച്ച ബാങ്ക് സമിതി തീരുമാനം സർക്കാർ അംഗീകരിക്കരുതെന്ന് ടി സിദ്ദിഖ് MLA. ബാങ്കേഴ്സ് സമിതി യോഗം ചേർന്ന് ഇന്നലെ എടുത്ത തീരുമാനം മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും സ്വീകാര്യമല്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ പാവപ്പെട്ട ജനതയെ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് അവർ ദുരിതം അനുഭവിച്ച കാലത്തെ പലിശയും കൂടെ പിന്നെ അടപ്പിക്കുകയാണ്. ഒരു കാരണവശാലും സ്വീകാര്യമല്ല. സർക്കാർ ഈ മുതൽ സർക്കാരും പലിശ ബാങ്കും ഏറ്റെടുത്ത് ഇവരുടെ മുഴുവൻ കടവും സർക്കാർ ഏറ്റെടുത്ത് എഴുതി തള്ളണം. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശത്ത് കേരള ഗ്രാമീൺ ബാങ്ക് 2000-ഓളം പേർക്കായി നൽകിയത് 16 കോടിയുടെ വായ്പയാണ്. വായ്പയെടുത്ത് മരിച്ച 36 പേരെ തിരിച്ചറിഞ്ഞു. വിപിൻ സി വിജയൻ, 24 വയനാട്. വയനാട് മേപ്പാടിക്ക് സമീപം നല്ലന്നൂരിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. രാത്രി 8 മണിയോടെയാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത്. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ മേഖലയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഇനി പുലിയെ ഇവിടെ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോവുക? അതിന് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ആരോഗ്യ നിലയാണോ ഉള്ളത്? എന്തൊക്കെയാണ് അവിടെ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്? കുമാർ, ഈ മൂപ്പൈനാട് പഞ്ചായത്തിലെ തീനാപുരത്തിനടുത്താണ് ഈ നല്ലന്നൂർ എന്ന് പറയുന്ന പ്രദേശം. അവിടെ ഏറെ ദിവസമായി ഇത്തരത്തിൽ വലിയ രീതിയിൽ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പുലിയുടെ ശല്യം നേരത്തെ രൂക്ഷമായ പ്രദേശമാണ്. തോട്ടം മേഖലയാണ് ഈ മേഖല, ഈ പ്രദേശം. അവിടെയാണ് ഇങ്ങനെ പുലിയുടെ ശല്യം തുടർച്ചയായി ഉണ്ടാകുന്നത്. ഇതിനിടയിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സ്ഥിരമായി വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിച്ചത്. ഈ കൂട്ടിലാണ് പുലി ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടി കുടുങ്ങിയിരിക്കുന്നത്. പുലിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് വനം വകുപ്പ് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില സംബന്ധിച്ചുള്ള പരിശോധന നടന്നു വരുന്നതേ ഉള്ളൂ. ഏത് തരത്തിലാണ് ആരോഗ്യനില സംബന്ധിച്ചുള്ള പരിശോധന നടന്നു വരുന്നതേ ഉള്ളൂ. തോട്ടം മേഖലയാണ്, അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഈ പുലിയുടെ
സാന്നിധ്യം ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇങ്ങനെ വളർത്തുമൃഗങ്ങൾ തുടർച്ചയായി പിടികൂടുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് വനം വകുപ്പ് കടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട് വെച്ചത്. ഇതിനിടയിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. വിജയവും സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് മേപ്പാടിയിൽ നിന്ന്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ സുപ്രീം കോടതി വിമർശനത്തിന് പിന്നാലെ മുഖം മിനുക്കൽ നടപടിയുമായി ബംഗാൾ സർക്കാർ. ആശുപത്രി ആക്രമണ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 അസിസ്റ്റന്റ് കമ്മീഷണർമാരെയും ഒരു ഇൻസ്പെക്ടറെയും സസ്പെൻഡ് ചെയ്തു. 3 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയും തുടങ്ങി. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ കേസിൽ ആർജിഗർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിന് പോലീസ് നോട്ടീസ് അയച്ചു. ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, എന്തൊക്കെയാണ് ഈ നടപടികൾ? വളരെ വൈകിപ്പോയി ഇത്തരം ഒരു നടപടി എടുക്കാൻ. സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനം. മമതാ ബാനർജി ബൽറാം തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഈ മുഖമിനുക്കൽ നടപടി ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? വിജയകുമാർ, ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ സർക്കാരും പോലീസും സ്വീകരിച്ച നടപടികൾ എല്ലാം തന്നെ പിന്നീട് വിമർശിക്കപ്പെടുകയും കടുത്ത പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ അത് പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന, ദുഷ്പ്രചരണം എന്ന രീതിയിൽ മമതാ ബാനർജി ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് പോലും കടുത്ത വിമർശനം സർക്കാരിനും പോലീസിനും ഏറ്റ ഒരു പശ്ചാത്തലത്തിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. 2 അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കും ഒപ്പം തന്നെ ഒരു ഇൻസ്പെക്ടർക്കും, അസിസ്റ്റന്റ് കമ്മീഷണർമാരായ ഷാക്കിർ ഉദ്ദീൻ സർദാർ, രമേഷ് ഷാ ചൌധരി എന്നിവർക്കും ഇൻസ്പെക്ടർ രാകേഷ് മിൻസ് എന്നീ ആൾക്കും എതിരെയാണ് നടപടി. ഇവരെ സസ്പെൻഡ് ചെയ്യുകയും 3 പേർക്കുമെതിരെ വകുപ്പ് തലത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നിലവിൽ ഈ ഇരയുടെ പേര് ഒപ്പം തന്നെ മറ്റ് വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. പലരും ആർജിക്കറിലെയോ മറ്റ് സ്ഥാപനങ്ങളിലെയോ വിദ്യാർത്ഥികളോ ഡോക്ടർമാരോ ആണ്. ഇതോടൊപ്പം തന്നെയാണ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെയും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്ന കേസിലാണ് ഈ നോട്ടീസ്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ചോദ്യം ചെയ്യലിനായി പോലീസിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി തുടർച്ചയായി സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊൽക്കത്ത പോലീസും സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ മമതാ ബാനർജി സർക്കാരിനെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഈ മുഖം മിനുക്കൽ നടപടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥ നിയമനത്തിനുള്ള ലാറ്ററൽ എൻട്രിയിൽ നിന്ന് പിൻവാങ്ങി കേന്ദ്ര സർക്കാർ. സ്വകാര്യ മേഖലയിൽ നിന്ന് 45 ഉദ്യോഗസ്ഥരെ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കാൻ പ്രസിദ്ധീകരിച്ച പരസ്യം പിൻവലിക്കാൻ UPSCയോട് കേന്ദ്രം നിർദ്ദേശിച്ചു. പ്രതിപക്ഷത്തിന് പുറമെ NDA സഖ്യകക്ഷികളായ JDUവും LJPയും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് ഈ പിന്മാറ്റം. സ്വകാര്യ മേഖലയിൽ നിന്ന് 45 ഉദ്യോഗസ്ഥരെ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കുക. ഇതായിരുന്നു കേന്ദ്ര സർക്കാർ നീക്കം. UPSC വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ ശക്തമായ പ്രതിഷേധം ഉയരുകയായിരുന്നു. NDA ഘടകകക്ഷികളായ JDUവും LJPയും രംഗത്തെത്തിയതോടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങി. വിജ്ഞാപനം പിൻവലിക്കാൻ UPSCയോട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നിർദ്ദേശിക്കുകയായിരുന്നു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് UPSC അധ്യക്ഷന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്ത് നൽകി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്ന് കത്തിൽ പറയുന്നു. ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ട തുല്യത, സാമൂഹിക നീതി എന്നീ തത്വങ്ങൾക്ക് അനുസൃതമായേ ലാറ്ററൽ എൻട്രി നടത്താവൂ എന്നാണ് പ്രധാനമന്ത്രിയുടെ ഉറച്ച വിശ്വാസം എന്ന് കത്തിലുണ്ട്. പിൻവാതിലിലൂടെ സംവരണം അട്ടിമറിക്കുകയായിരുന്നു സർക്കാർ നീക്കത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നേ രാഹുൽ ഗാന്ധി ഉയർത്തിയ സംവരണ വിഷയം 3ാം മോദി സർക്കാരിനെ ഉലയ്ക്കുന്നുവെന്നതിന്റെ സൂചന കൂടിയാണിത്. എന്ത് വില കൊടുത്തും ഭരണഘടനയും സംവരണ വ്യവസ്ഥയും സംരക്ഷിക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. 24 ഡൽഹി. വാർത്താമഴ തുടരുന്നു. കൊലക്കേസ് പ്രതിയുമായി വിനോദയാത്രയ്ക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ആലപ്പുഴ AR ക്യാമ്പിലെ ASI ശ്രീനിവാസനെയാണ് സസ്പെൻഡ് ചെയ്തത്. ക്രിമിനൽ കേസിലെ പ്രതികളുമായുള്ള പോലീസിന്റെ ചങ്ങാത്തം ദൃശ്യങ്ങൾ സഹിതം 24 വാർത്ത നൽകിയതോടെയാണ് നടപടി. ആലപ്പുഴയിൽ DYFI നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് ജാമ്യം കിട്ടിയതോടെയാണ് ASI ശ്രീനിവാസൻ പ്രതികളുമായി കറങ്ങാൻ പോയത്. സെഷൻസ് കോടതി 11.5 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച പ്രതി ഉണ്ണി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയതിന് പിന്നാലെയായിരുന്നു ആഘോഷം. പോലീസുകാരന്റെ ഗുണ്ടാബന്ധം വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സഹിതം 24 വാർത്ത നൽകിയതോടെ
നടപടി വേണമെന്ന ആവശ്യം പോലീസിലും ശക്തമായി. നേരത്തെ എറണാകുളത്തെ ഗുണ്ടയുടെ വീട്ടിൽ ഡിവൈഎസ്പിയും പോലീസുകാരും വിരുന്നുപോയതും ആലപ്പുഴയിൽ നിന്നായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DIGയാണ് ശ്രീനിവാസനെ സസ്പെൻഡ് ചെയ്തത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുതല നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. 24 ആലപ്പുഴ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.